ഹലോ ഗൈസ്, നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ സംഭവം എന്നറിയോ? നിങ്ങൾ ഈ രണ്ട് സംഭവങ്ങളും കണ്ടിട്ടുണ്ടാവും അല്ലേ? പല ചോദ്യപേപ്പറിലായാലും സോഷ്യൽ മീഡിയയിലായാലും എവിടെയായാലും നിങ്ങൾ ഇങ്ങനത്തെ രണ്ട് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു വലിയ സ്ക്വയർ തന്നിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ കുറേ സ്ക്വയറുകൾ തന്നിട്ട് മൊത്തം എത്ര സ്ക്വയർ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. പിന്നെ ഇതുപോലെ ഒരു പടം തന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട് എന്നും കണ്ടുപിടിക്കണം. നമ്മളൊക്കെ സ്ഥിരമായിട്ട് എന്താണ് ചെയ്യാറ്? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിരുന്ന് എണ്ണും അല്ലേ? ഒരുപാട് നേരം വേണം ഇത് കണ്ടുപിടിക്കാൻ അല്ലേ? അതുപോലെ തന്നെ ഈ ട്രയാങ്കിളും നമുക്ക് ഒരുപാട് നേരം വേണം ഇതിലിപ്പോൾ എത്ര ട്രയാങ്കിൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ. അപ്പോൾ അതിനുള്ളൊരു ഈസി ട്രിക്കുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അപ്പോൾ നമുക്കതിൻ്റെ ഏറ്റവും ചെറിയ ചെറിയ വേർഷനിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമുക്കിപ്പോൾ ഒരു ചിത്രമാണ്. ഇതിൽ നമുക്ക് എത്ര സ്ക്വയർ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കത് ഇത് സിമ്പിളായിട്ട് നമുക്ക് എണ്ണി കണ്ടുപിടിക്കാം. നമുക്കൊന്ന് എണ്ണി നോക്കാം അല്ലേ? ഇതിപ്പോൾ 1, 2, 3, 4, പിന്നെ വലിയത് 1, 5 സമചതുരങ്ങളാണ് നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഫോർമുല വെച്ചിട്ട്, നമ്മുടെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഇത് എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദ്യം വരുമ്പോൾ നമ്മൾ ഇവിടെ 1, 2 എന്ന് എഴുതുക. ഇവിടെ 2 റോയാണുള്ളത്. പിന്നെ എത്ര കോളം ഉണ്ടെന്ന് നോക്കുക. 1, 2. ഓക്കെ, ഇപ്പം നമ്മൾ കോളവും റോയും എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നേരെ 1 × 1, 2 × 2 എന്ന് എഴുതുക. ഓക്കെ, ഇതിൻ്റെ ഉത്തരം എത്രയാണ്? 1 ആണ്. ഇതിൻ്റെ ഉത്തരം 4 ആണ്. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂട്ടുകയാണ് വേണ്ടത്. ഓക്കെ, അത് രണ്ടും കൂട്ടി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്? 5. നമ്മൾ നേരത്തെ എണ്ണിയപ്പോഴും നമുക്ക് 5 തന്നെയല്ലേ കിട്ടിയത്. അപ്പോൾ ഇതാ ഉത്തരം 5 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇവിടത്തെ നോക്കാം. ഇവിടെ ഇതാ 1, 2, 3. 1, 2, 3. ഓക്കെ, അപ്പോൾ 1 × 1 = 1, 2 × 2 = 4, 3 × 3 = 9. അപ്പോൾ നമുക്ക് ഈ മൂന്നിൻ്റെയും സമ്മാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ 9 + 4 എന്ന് പറയുന്നത് 13, 13 + 1 എന്ന് പറയുന്നത് 14. ടോട്ടൽ നമുക്കിവിടെ 14 സമചതുരങ്ങൾ ഉണ്ടാവും. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് എണ്ണി നോക്കിക്കോ. ഓക്കെ, അതേപോലെ തന്നെ നമുക്കപ്പോൾ ഇതും ചെയ്യാം. അതുപോലെ തന്നെ വളരെ സിമ്പിളാണ്. 1, 2, 3, 4. 1, 2, 3, 4. 2, 1, 2 × 2, 3 × 3, 4 × 4. 1, 4, 9, 16. ഇതിൻ്റെ ഉത്തരം എത്രയായിരിക്കും? 16, 9, 25, 4, 29, 1, 30. 30 ആയിരിക്കും ഇതിൻ്റെ ഉത്തരം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സ്ക്വയർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ട്രയാങ്കിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കാം. ഇത് വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചെറുത് നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ഇങ്ങനെ ഈ ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ ഓരോന്നിലും 1, 2, 3 എന്ന് എഴുതണം. ഓക്കെ, ഇനി ഇത് 3 നമ്മൾ കൂട്ടുകയാണ് ചെയ്യേണ്ടത്. 1 + 2 + 3 = 6. 6 ത്രികോണങ്ങൾ നമുക്കിതിലുണ്ട്. അതായത് 1 ഇത്, 2 ഇത്, 3 ഇത്, 4 ഏറ്റവും വലുത്, പിന്നെ ഇത് ഒരു 5, പിന്നെ ഇത് ഒരു 6. കണ്ടോ? അപ്പോൾ ആൻസർ നമുക്ക് 6 കൃത്യം കിട്ടിയത്. ഓക്കെയാണത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇവിടെ 1, 2, 3. ഇതായി മുകളിലത്തെ ഈ ഇതിലും 1, 2, 3 എന്ന് എഴുതുക. ഇത് 3 നമ്മൾ കൂട്ടാണ് വേണ്ടത്. 1 + 2 + 3 = 6. ഈ താഴത്തെ നമ്മൾ കൂട്ടണം. 1 + 2 + 3 = 6. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് രണ്ടും കൂട്ടാണ് വേണ്ടത്. ഈ ഉത്തരങ്ങൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 12 എന്ന് കിട്ടും. ഇതാണ് ഉത്തരം. നമുക്കിതിൽ മൊത്തം 12 ത്രികോണങ്ങളുണ്ട്.
കണ്ടോ, നമ്മളിത് എണ്ണിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും, പക്ഷേ അതിനെക്കാട്ട് പെട്ടെന്ന് നമുക്കിത് മനക്കണക്ക് ചെയ്ത് കൂട്ടാൻ പറ്റും. ഇങ്ങനെ എഴുതി കൂട്ടണം എന്നൊന്നുമില്ല, നമുക്കിത് മനസ്സിൽ കണക്ക് കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ഒന്നും കൂടെ നോക്കാം. ഓക്കെ, ഇത് 1 2 3, 1 2 3, 1 2 3. ഓക്കെ, അപ്പോൾ ഇത് 3 കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 6 ആണ്. ഇത് 3 കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 6 ആണ്. ഇത് 3 കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 6 ആണ്. ഓക്കെ, ഇത് 3 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 18 ഉത്തരം കിട്ടുന്നത്. കണ്ടോ, നമുക്ക് ഇത്രയും കാലം നമ്മൾ ഭയങ്കര കൺഫ്യൂഷൻ അടിച്ചിരുന്ന ഒരു സംഭവത്തിൻ്റെ ലളിതമായിട്ട് ഉത്തരം കണ്ടുപിടിക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ ഇങ്ങനത്തെ ഒരു ചോദ്യം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത് വെറുതെ നോക്കി എണ്ണിക്കൊണ്ടിരിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഞാനിപ്പോൾ ഈ പറഞ്ഞു തന്ന കാൽക്കുലേഷൻ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് എൻ്റെ ചാനലിൽ ഇനി ഉണ്ടാവും. എല്ലാ ടൈപ്പ് വീഡിയോസും ഉണ്ടാവും കേട്ടോ നമ്മുടെ ചാനലിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനലൊന്നും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഓക്കെ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.